ബന്ധമുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ന പോലെ ഈ വിദ്യാലയത്തിൽ പഠിച്ചവരോ ഇതുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധമുള്ളവരാണ്. ചെയർമാന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇത് VHSE ആണോ ഹയർ സെക്കൻഡറി ആണോ എന്നുള്ളതല്ല പ്രശ്നം, ഇത് മേലങ്ങാടി സ്കൂളാണ് എന്നുള്ളതാണ്. അപ്പൊ കൊണ്ടോട്ടിക്ക് മേലങ്ങാടിയോട് ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൃദയബന്ധമുണ്ട്. ആ ഹൃദയബന്ധം ഈ സ്കൂളിനോട് ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്, ഇവിടുത്തെ മനുഷ്യർക്കുണ്ട്. ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രദേശമാണ് ഈ നഗരവും ഈ നിയോജകമണ്ഡലം. ഇവിടുത്തെ മനുഷ്യർ അത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നവരാണ്. കുറഞ്ഞ കാലം കൊണ്ട് എനിക്കത് നന്നായി മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് മേലങ്ങാടി VHSEക്ക് വേണ്ടി, ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി, ഈ വിദ്യാലയത്തിന് വേണ്ടി നമ്മൾ ആ അർത്ഥത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയും നമ്മൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പൊതുവിദ്യാലയത്തിൽ സൗകര്യങ്ങളുടെ കുറവുകൾ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള സ്കൂളുകൾക്ക് അതിന്റെ മേന്മയും മികവും ഉണ്ടാകുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഈ തവണ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചു. ഹയർ സെക്കൻഡറി ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ 60 ബാച്ചുകളാണ് അനുവദിച്ചത്. ആ 60 ബാച്ചുകൾ അനുവദിച്ചതിൽ ആദ്യത്തെ പ്രയോറിറ്റി ഗവൺമെന്റ് സ്കൂളുകൾക്ക്. ആ ഗവൺമെന്റ് സ്കൂളുകൾക്ക് സൗകര്യമുണ്ടോ ഇല്ലയോ, എയ്ഡഡ് സ്കൂളുകളിൽ സൗകര്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് MLA അല്ല, വിദ്യാഭ്യാസ മന്ത്രിയുമല്ല, നഗരസഭാ ചെയർമാനോ മറ്റു ജനപ്രതിനിധികളോ അല്ല. ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി സർക്കാർ രൂപീകരിച്ചു. ആ സമിതി വന്നുകൊണ്ട് പരിശോധിക്കും. ആ സമിതിയുടെ പരിശോധന പ്രകാരം ക്ലാസ് മുറികളുടെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അധ്യാപകർ എന്തായാലും നമുക്ക് ഗസ്റ്റ് അധ്യാപകരെയൊക്കെ മറ്റു വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എത്രത്തോളം അപേക്ഷകരുണ്ട്, ആ പരിസരത്തെ ഇവിടെ ഒരു ഹയർ സെക്കൻഡറി അഡീഷണൽ ബാച്ച് നൽകിയാൽ നടത്താനുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന പരിശോധനകളുണ്ട്. ആ പരിശോധനകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പിറകിൽ പോകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കൊണ്ട് മാത്രമാണ്. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കൂടുതൽ ബാച്ചുകൾ ലഭിക്കും, നമുക്ക് കൂടുതൽ മറ്റു അക്കാദമികമായ സൗകര്യങ്ങളുണ്ടാകും. ഈ സ്കൂളിൽ ബാച്ച് അനുവദിക്കുന്ന സമയത്ത് ഇവിടെ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ മറ്റു ഗവൺമെന്റ് സ്കൂളുകൾക്കൊക്കെ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ഒരു വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അക്കാദമികമായി പ്രസന്നമായ ഒരു വിദ്യാലയമായിരിക്കണം. അവിടുത്തെ ആംബിയൻസ് വളരെയധികം കുട്ടികൾക്ക് ഒരു പഠനാന്തരീക്ഷമുള്ളതായി മാറ്റണം. അത് ഞാൻ സൂചിപ്പിക്കുന്നത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകണം, മാർബിൾ ഇടണം, ടൈൽസ് ഇടണം എന്ന അർത്ഥത്തിലൊന്നുമല്ല. ഉള്ളതിനെ ഏറ്റവും മനോഹരമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. മുൻപ് പണ്ട് കാലങ്ങളിലൊക്കെയുള്ള വിദ്യാലയങ്ങൾ ഇപ്പോഴും 100 വർഷം കഴിഞ്ഞ വിദ്യാലയങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ വലിയ മനോഹാരിതയും ആ കെട്ടിടത്തിന്റെ പഴക്കവും പഴമയും അതൊരു സംസ്കാരമായി നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന നിരവധി വിദ്യാലയങ്ങളുണ്ട്. ഞാൻ ഈ 2-3 സ്കൂളുകളിൽ ആ അർത്ഥത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരതിനെയൊക്കെ ഏറ്റവും നന്നായി മോഡിഫൈ ചെയ്ത് പഴമ നിലനിർത്തിക്കൊണ്ട് ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. അവിടങ്ങളിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അക്കാദമികമായ പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ സ്കൂളിന്റെ ഈ ഗ്രൗണ്ട് ഈ സ്കൂളിന്റെ ഒരു മുഖമാണ്. ആ മുഖം വിവരണമായി കിടന്നാൽ ആ സ്കൂളിന്റെ ആകെയുള്ള ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് വരിക. അതുകൊണ്ട് നമുക്ക് അവിടെ ഏറ്റവും മനോഹരമാക്കി മാറ്റണം. ഇതിന്റെ പ്രിമൈസസിലൂടെ നടന്നാൽ അതൊരു വിദ്യാലയത്തിന് തോന്നുന്ന രൂപത്തിലേക്കാക്കി മാറ്റണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കണം. കുട്ടികളുടെ തന്നെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറക്കുന്ന കുട്ടി ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള കുട്ടികളായി മാറണം. മറ്റു ലാംഗ്വേജുകൾ അവർക്ക് വശമായിരിക്കണം. അതുപോലെ ഓരോ സബ്ജക്റ്റിലും അവർ ക്വാളിഫൈഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അക്കാദമികമായും അക്കാദമികേതരമായും ഏറ്റവും നല്ല ഒരു വിദ്യാലയമായി നമുക്ക് ഇതിനെ മാറ്റാം. അതിന് ഒരുപാട് ആളുകളുണ്ട്. MLA എന്ന നിലയിൽ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കേരള ഗവൺമെന്റിന്റെ ഇവിടെയുള്ള നഗരസഭയുടെ ഇവിടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വളരെ സ്ട്രോങ് ആണ്. ആ അസോസിയേഷനുണ്ട്, ഇവിടെയുള്ള ജനങ്ങളുണ്ട്, ഇവിടെയുള്ള മറ്റു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പദ്ധതികൾ ആരംഭിക്കണം, പദ്ധതികൾ ഉണ്ടാക്കണം. ഏറ്റവും മികച്ച പദ്ധതികൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പലപ്പോഴും ഉള്ളത്. നമുക്ക് ഒരു പ്ലാനും ഒരു വിഷനും ഒരു മിഷനും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്ങനെയായിരിക്കണം മേലങ്ങാടി സ്കൂൾ എന്നുള്ളത് നമ്മൾ പൊതുജനങ്ങളോട് ചോദിക്കുമ്പോൾ ആ പൊതുജനങ്ങൾ അഭിപ്രായം പറയട്ടെ, അവരിവിടെ വരട്ടെ. ഒരു ഡെവലപ്മെന്റ് കോൺക്ലേവ് നമുക്കിവിടെ സംഘടിപ്പിക്കാം. ആളുകൾ വരട്ടെ, താല്പര്യമുള്ളവരൊക്കെ നേരത്തെ രജിസ്റ്റർ ചെയ്ത് അവരിവിടെ വന്ന് അഭിപ്രായം പറഞ്ഞ്, അധ്യാപകർ അഭിപ്രായം പറഞ്ഞ്, കുട്ടികൾ അഭിപ്രായം പറഞ്ഞ് അതിന് നമുക്ക് പിന്നീട് കൃത്യമായ ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി ആ പ്രോജക്റ്റ് സർക്കാരിന് കൊടുത്ത് ആ പ്രോജക്റ്റ് ബന്ധപ്പെട്ട മറ്റു ഏജൻസികൾക്കെല്ലാം കൊടുത്ത് നമുക്കിതിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റാം. അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവിധമായ